എന്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. എത്തുന്നില്ല, കുറച്ചധികം നേരമായി നമ്മളിപ്പോ സൈക്കിൾ ഓട്ടുന്നേ. അതന്നെ 1963 മെറ്റയുടെ ഇത് തോന്നുന്നു വെച്ചിട്ട് നമ്മുടെ മറ്റേ ഇംഗ്ലീഷ് മൂവിയില്ലേ ഇറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഏകദേശം വെളുപ്പിന് 6:30 ആട്ടോ. ഞാനിപ്പോൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. ഇവിടെ അടുത്ത് സാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാർ ബൂട്ട് സെയിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ UK വന്നിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരെണ്ണമാണ് കാർ ബൂട്ട് സെയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് പോയേക്കാന്ന്, പോകുന്ന സമയത്ത് വീഡിയോ കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 7:30 അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 hour ബൈക്ക് റൈഡ് ഉണ്ട്. സോ അപ്പോൾ അതിന് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ സമയം വെളുപ്പിനായതുകൊണ്ടാട്ടോ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നമുക്ക് ചവിട്ടാൻ പറ്റുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടില്ല റോട്ടിൽ കൂടെ ഇങ്ങനെ ചവിട്ടാനായിട്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 hour സൈക്കിൾ ചവിട്ടാനുള്ളത്. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് അവിടേക്ക് പോകുന്നത്. കാരണം UK വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താണെന്നുള്ളത് ശരിക്കും ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ പോകുന്ന വഴി സൈക്കിൾ റൂട്ട് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഇന്നലെ മാപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി സ്ഥലത്തോടെയൊക്കെ പോകുന്നത്. രാവിലെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നും റോട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റുമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വീഡിയോയാ. നമുക്ക് വഴി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സൈക്കിൾ ഓട്ടിയിട്ട് കൈയൊക്കെ ഭയങ്കരമായിട്ട് മരവിക്കുന്നത്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം, അതുകൊണ്ട് നല്ലതായിട്ട് കൈയൊക്കെ മരവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു പകുതി വഴി സൈക്കിൾ ഓട്ടി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് ചവിട്ടാനുണ്ട്. ഓക്കെ, രാവിലെ തന്നെ സൈക്കിൾ ഓട്ടുന്ന എന്താണെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ആദ്യം ഗ്ലൗസ് ഇട്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ കൈ നല്ലോണം തണുക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ് ആക്ച്വലി. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ചവിട്ടി കുറച്ചായിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറോളം ചവിട്ടാനുണ്ട്. നമുക്ക് പോകുന്ന വഴികളെല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ വഴി പകുതി വഴിയോളം സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാറുകൾ അങ്ങനെ വണ്ടികളുടെ തിരക്കൊന്നും അധികം ഉണ്ടാവത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സൈക്കിൾ ഓട്ടാൻ പറ്റും. ഇവിടെയൊക്കെ ഭയങ്കര നിശബ്ദത, ആരും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ കോബിള് വഴി സ്റ്റാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്നത് പോലെ ലൈക്ക് നമ്മുടെ ഇവിടെ റോഡുകളിലൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, റോഡുകളിലൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അധികം മോശമല്ലാത്ത നല്ല സാധനങ്ങളൊക്കെ ഒരു റോട്ടിൽ വെക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കിപ്പോൾ റോട്ടിൽ നിന്ന് കിട്ടിയൊരു സാധനമാണിത്. ഇത് എന്താ ബുക്ക് ഷെൽഫോ, ഇതൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. ലൈക്ക് കമ്പാർട്ട്മെൻ്റ് അല്ല, ഒരു ലൈക്ക് നമുക്കിപ്പോൾ ബുക്കോ എന്തെങ്കിലും ടാബ്ലറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനമാണ്. അതെ, കുറച്ചധികം നേരമായി നമ്മളിപ്പോൾ സൈക്കിൾ ഓട്ടുന്നത്. പക്ഷെ എത്തുന്നില്ല. ഈ പള്ളിയുടെ മേളിൽ മറ്റേ കോഴിയുടെ ചിഹ്നം വെച്ചിട്ട് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വെച്ച് തന്നിട്ടില്ലേ? അതെന്താ സംഭവം വെച്ചാ ഏതൊരു മാർപ്പാപ്പ പണ്ടത്തെ കണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാണ്. എന്നുവെച്ചാൽ ഈ പത്രോസ് മറ്റേ യേശുവിനെ 3 തള്ളി പറഞ്ഞതിന് പ്രതീകമായിട്ട് ആ കോഴി, അപ്പൊ കോഴി എന്ന് പറയുന്നത് അതിന് പ്രതീകത്തിലാണ് വെച്ചേക്കുന്നത് മേള്. അതാണോ കോഴിയുടെ വെച്ചിട്ട്? കോഴിയുടെ പടം വെച്ചിട്ട്
ഈസ്റ്റ് വെസ്റ്റ്. അത് കൽപ്പന വെച്ച് വെപ്പിച്ചെന്ന്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. മുമ്പ് വീട്ടിൽ പോകും. അതെ, പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ ആ പട്ടികൾക്കൊരു ജോലിയാകും. അവസാനം നമ്മൾ എത്തി കഴിച്ചത്. ഇവിടെ എത്തി കുറച്ച് അധികം നേരം സൈക്കിൾ ഓട്ടിയായിരുന്നു കേട്ടോ. ഞാൻ 1 hour വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഓൾമോസ്റ്റ് 8 miles നമുക്ക് സൈക്കിൾ ചവിട്ടാനുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ സൈക്കിൾ ഇറങ്ങി ഉന്തി ചവിട്ടി അങ്ങനെയൊക്കെ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. കാരണം ഇവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം, അവിടെ ഒരുപാട് കാറുകൾ നിർത്തിയിട്ടിട്ട് ഇവിടെ ഫുള്ള് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോയിട്ട് നോക്കാം. ഇപ്പം ഞാനെൻ്റെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി അകത്തോട്ട് കുറച്ചുകൂടി പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ നോക്കാം. ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ സൈക്കിൾ ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറി നോക്കാൻ പോവുകയാണ്, എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത്. അറ്റ്ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മൾ ഞാനൊന്നും വിചാരിച്ചില്ല ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഭയങ്കര വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. Which one? Cooking. Oh, when she's doing anything in the kitchen, washing up, she just watches her phone. She don't have to touch it. Full rotation. Okay. That's fine. Very good. Yeah. Mum? For £4. ഈ സംഭവം കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഇതിൽ കൂടെ വ്ലോഗ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിപ്പോഴേക്കും ഈ പുള്ളി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇതുപോലൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും, കാരണം ഹാൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളിത് ഒരെണ്ണം പർച്ചേസ് ചെയ്തു. ഇത് £5 പുള്ളി ഞങ്ങൾക്ക് £4 ഇത് ഒരുപാട് വലിയൊരു പാർക്കിംഗ് ഏരിയയാണ്. അവിടെ പല കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട്. ഡ്രസ്സസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് തിങ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്ന് കയറും തോറും ഇതിൻ്റെ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാൻ പറ്റും, ഭയങ്കര റഷായിട്ട് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞ് ഇവിടെ നിന്ന് വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതൊരു കുഞ്ഞു സ്കേറ്റ് രണ്ടെണ്ണത്തിന് അത് കൊള്ളാലോ. എനിക്ക് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി റീയൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്നാൽ ക്വാളിറ്റി പോവാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഇവർ ഇങ്ങനെയുള്ളൊരു കാർബൂട്ട് സെയിലിൻ്റെ ഇതിനകത്ത് കൊണ്ട് ഇവർ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർ ചീപ്പ് റേറ്റിന് നമുക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റും. ഇത് കൂടുതൽ യൂസ്ഫുൾ ആവണത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൂൾസ്, അതുപോലെ തന്നെ പിള്ളേരുടെ സ്ക്രോളർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബുക്കുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് പഴയ ഫുട്ബോൾ മാഗസീൻസ് ഇരിപ്പുണ്ട്. ഈ ഒരു മാഗസീൻ കണ്ടോ, ഇത് 1963 മാർച്ചിലുള്ള മാഗസീനാണിത്. ഇത് എല്ലാം അത്രയും തന്നെ പഴയതായിട്ടുള്ള ഒരു മാഗസീനാണ്. ഇത് കണ്ടോ, ഇവിടെ വിന്റേജ് കാറുകളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഇംഗ്ലീഷ് മൂവിയില്ലേ ഇറ്റിലെ മറ്റേ വില്ലന്റെ ആ പാവ ഇരിക്കുന്നുണ്ടോ. ഈ ഒരു സംഭവം ഫുള്ള് നമ്മുടെ ടോയ്സിൻ്റെ സെക്ഷനാണ് കൂടുതലും. കുറേ കാറുകൾ, പിന്നെ അതുപോലെ തന്നെ ടോയ്സ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഒരു സ്റ്റോള്. ഇവിടെ വന്ന സമയത്ത് ക്യാൻഡീസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്യാൻഡീസ് ഇങ്ങനെ കൊണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ആൾക്കാർ ഷൂവിലും ബാഗിലൊക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്.
ഞാനിവിടെ ബെഡ്ഫോർഡ് ഏകദേശം ഒരു 2.5 കൊല്ലമായി. പക്ഷേ ഇത്ര നാളായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കാർ ബൂട്ട് സെയിൽ നടക്കുന്നുള്ളത്. ഇന്നലെ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. സോ അപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും ഇവിടെ വരണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഇത് നമുക്ക് ഒരിക്കലെങ്കിലും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇവിടെ ഒരുപാട് ഐറ്റംസ് ചീപ്പായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ ക്വാളിറ്റിയിൽ അത്ര കോംപ്രമൈസ് ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചൊരു ഐറ്റം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ബോക്സ് പോലും ഓപ്പൺ ചെയ്യാത്ത ഐറ്റമാണ്. പക്ഷെ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസിനേക്കാളും താഴെ ഇതിനകത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് നോക്കാം. നോക്കി നമുക്കൊന്ന് ശരിയാക്കാം. ഇവിടെ കുറച്ച് വുഡൻ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് കട്ടിംഗ് ബോർഡാണോ? അല്ല, കട്ടിംഗ് ബോർഡല്ല, വേറെ എന്തോ ആണ്. ഇത് കട്ടിംഗ് ബോർഡാണെന്ന് വിചാരിച്ചു, പക്ഷെ വേറെ എന്തോ ആണ്. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വാരി പറക്കിക്കൊണ്ട് പോവാ ഇവിടുന്ന്, അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഈ കാർ ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK അതുപോലെ തന്നെ കുറച്ച് യൂറോപ്യൻ കൺട്രീസിലും കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ ഇവർ വെറുതെ കൊണ്ട് കളയുന്നതിന് പകരം മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീപ്പ് പ്രൈസിന് വേണ്ടി വിൽക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കൊരു മാല കണ്ടത്, അപ്പം നമ്മളതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൂടുതലും നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലത്തെ ടോയ് സെക്ഷൻസും പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ് സെക്ഷൻസും ആണ്. ടോയ് സെക്ഷൻസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ടെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇവരിവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടെൻറ്റ്. ഞങ്ങൾ കുറേ നേരം നടന്ന് തളർന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു ഡോണറ്റിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ബാക്കി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഒരുപാട് നടന്ന് പോകാനുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ബാക്കി സ്ഥലങ്ങളിലും കൂടി നമുക്ക് പോവാം. ഓക്കെ, കണ്ട ഇവിടെ ഡോണറ്റ്സ്, കേക്ക്സ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്നും എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഡോണറ്റ്സ് പ്ലീസ്. ഞാൻ അവിടുന്ന് ആപ്പിൾ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പേസ്ട്രി കൈൻഡ് ഓഫ് എന്തോ സാധനം വാങ്ങിച്ചത്. ഇവനവിടെ നിന്ന് ഡോണറ്റാണ് വാങ്ങിച്ചത്. ഡോണറ്റ് പിന്നെ യൂഷ്വലി കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. ഈ വീട് കണ്ടോ, നമ്മൾ ടോം ആൻഡ് ജെറിയിലൊക്കെ മറ്റേ ജെറി നിന്ന് കുളിക്കുമ്പോഴേക്കും ടോം ഒളിഞ്ഞെന്ന് നോക്കത്തില്ലേ? 1940s ഈ വീട് പണിതോ? ഓ അങ്ങനെ. അപ്പോൾ ജെറി നിന്ന് കുളിക്കുന്ന സമയത്ത് ടോം ഒളിഞ്ഞെന്ന് നോക്കുന്ന ഒരു വീടില്ലേ, അതുപോലെ ഇല്ലേ? പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടിരുന്ന പോലത്തെ ടൈപ്പ് റൈറ്റർ, പിന്നെ അതുപോലെ തന്നെ വാട്ട് ഇസ് ദിസ്? റേഡിയോ. ഓ, 1950. ഓക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ആൻറ്റിക് പീസുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും വരാറുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് എന്നാണിപ്പോൾ അവർ പറഞ്ഞത്. ഇവിടെ ഒരു മിറർ കണ്ടതാട്ടോ, നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഇതിനകത്തുള്ളൊരു മിറർ. നമ്മുടെ നാട്ടിൽ പണ്ട് കറക്കി വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു മോഡൽ ഇതിവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് കറക്കി നോക്കാം. അതന്നെ
പണ്ട് നമ്മുടെ കോയിൻ ബോക്സുകൾ ഉണ്ടായിരുന്നില്ലേ, 1 രൂപയുടെ കോയിൻ ഇട്ടിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന റെഡ് കളറ് മഞ്ഞ കളറ് കോയിൻ ഇട്ട് വിളിക്കാൻ പറ്റുന്ന ഫോണുകൾ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കറക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോയി നിന്ന് കറക്കാറുണ്ടായിരുന്നു പണ്ട് ചെറുതില്ല. ഞങ്ങൾ നിന്നിരുന്ന വീടിൻ്റെ അടുത്തായിട്ട് കൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. കൃഷ്ണൻ ചേട്ടൻ്റെ കട എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ആ കടയിലാണ് അവിടെ ഇങ്ങനെ ഒരു റെഡ് കളറിലുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏതും പേര് ഇങ്ങനെ കറക്കും. ആരും വിളിക്കാനൊന്നുമില്ല, പക്ഷെ ഇത് കറക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കറക്കാനായിട്ട്. ഇതിന് ശരിക്കും കാർബോർഡ് സെയിൽ എന്ന് പേര് വരാൻ കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവർ കാറിൻ്റെ ബൂട്ടിൽ ഇട്ടാണ് ഇത് വിൽക്കുന്നത്. അതായത് ബൂട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാക്കിലെ ഡിക്കി, കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ടാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബൂട്ടിലിട്ട് ഇവർ വിൽക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെയിലിന് കാർബോർഡ് സെയിൽ എന്ന് പേര് വന്നത്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്ക് ഉണ്ടാകും, ഒരു പ്രത്യേക ഏരിയ ഉണ്ടാകും. അപ്പോൾ ഈ ഏരിയസിൽ സൺഡേ മോർണിംഗ് ആണ് കൂടുതൽ ഇത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ സൺഡേ മോർണിംഗ് ആകുമ്പോൾ ഈ പെർട്ടിക്കുലർ ഏരിയയിൽ ഇവർ വന്നിട്ട് കാർ പാർക്ക് ചെയ്ത് വെക്കും. കാർ പാർക്ക് ചെയ്തിട്ട് കാറിൻ്റെ ബൂട്ട് തുറന്നിട്ട് ഒരു ടേബിളോ എന്തെങ്കിലും ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ ഇവർ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഇവർ സെയിൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് കാർബോർഡ് സെയിൽ എന്ന് പേര് വന്നത് ആക്ച്വലി. ഇവിടെ ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഇങ്ങനെ ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വിശക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുഡ് സ്റ്റാളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഷോപ്പ് ചെയ്ത് ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് നിർബന്ധമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിളും ചെയർസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഈ കാറ് കണ്ടോ, ഈ കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഈ കാറിന്റെ ബൂട്ടിലാണ് ഇവർക്ക് സെല്ല് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് സൈഡിലായിട്ട് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് ആ ടേബിളുമ്പോൾ വിൽക്കേണ്ട സ്റ്റഫെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ പ്രൈസ് ഇട്ടിട്ട് അവരിങ്ങനെ വിൽക്കാനായിട്ടിരിക്കും. ഇങ്ങനെയാണ് എല്ലാ കാറുകളും ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് ഈ സ്ഥലം ആക്ച്വലി. ഇത് കണ്ടോ, ഈ ക്ലോത്ത്സിനെല്ലാം 1 പൗണ്ടേ ഉള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ക്ലോത്ത്സ് ഇങ്ങനെ അവർ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 1 പൗണ്ടിൻ്റെ ക്ലോത്ത്സ് ആണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ തന്നെ ചെയർസൊക്കെ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വെസ്റ്റ് ഹാം, മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ ലണ്ടൻ ലൂട്ടൺ, ഇതൊക്കെ ഫുട്ബോൾ ക്ലബ്ബുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഓരോന്നിൻ്റെയും വെച്ചിട്ടുണ്ട്. ഇതേ ചെസ്റ്റർ ഉണ്ട്, ചെൽസിയുടെ ഉണ്ട്. ഇവിടെ മെറ്റയുടെ ഇത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ക്യാമ്പിംഗ് ടെന്റ് ആണ് കേട്ടോ. ഇതൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര വലിയായിട്ടുള്ളൊരു ക്യാമ്പിംഗ് ടെന്റ് ആണ്. ഇത് ഇങ്ങനെ ഇവിടെ വിൽക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഇവർ പറയുന്നത് 80 പൗണ്ടാണ്. 80 പൗണ്ടിന് ഇത് ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ നേരം ഇതിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നന്നായിട്ട് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് തിരിച്ചു പോകാമെന്നാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി കേട്ടോ. ഇവിടെ ഒരുപാട് തിരക്കുണ്ടാവുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ്. നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. കാരണം നമ്മൾ 8 മൈൽസോളം ഏകദേശം സൈക്കിൾ ചവിട്ടി എവിടെയും വരെ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറിന് മേലെ സ്പെൻഡ് ചെയ്തല്ലേ. അപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ഈ 8 മൈൽസ് തിരിച്ച് ചവിട്ടി വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സാൻഡി ബെഡ്ഫോർഡ് ഈ ഭാഗത്തുള്ളവരൊന്ന് ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ കാണാം. ഓക്കെ, ബൈ.